ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പുളിങ്കറിയുടെയാണ്. ഊട്ടുപുര പുളിങ്കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. സാമ്പാറിനേക്കാളും വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതേസമയം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഏത് തരം വെജിറ്റബിൾസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പുളിങ്കറി ഉണ്ടാക്കാം. ഞാനിവിടെ മത്തങ്ങയും കുമ്പളങ്ങയാണ് എടുക്കുന്നത്. രണ്ട് രീതിയിൽ ഇത് തയ്യാറാക്കാൻ പറ്റും. രണ്ടും ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് മത്തങ്ങയും കുമ്പളങ്ങയും ഞാനിവിടെ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മൾ അരിയാനായിട്ട്. അങ്ങനെയാണ് സാധാരണ പുളിങ്കറിയിൽ ഉണ്ടാവുക. ഇതൊരുപാട് വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വലിയ കഷ്ണങ്ങളാണ് എപ്പോഴും നല്ലത്. ഏകദേശം 250 ഗ്രാം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. 150 ഗ്രാം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ഒരുപാട് പഴുപ്പ് കൂടിയ മത്തങ്ങ എടുക്കുകയും ചെയ്യരുത്. ഇനി വേണ്ടത് വാളൻപുളിയാണ്. ഞാനിവിടെ ഇതേപോലെ ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. തീ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിയാണ്. വെളുത്തരി വേണമെങ്കിൽ വെളുത്തരി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. പിന്നെ വേണ്ടത് 3/4 ടേബിൾ സ്പൂൺ മല്ലിയാണ്. നമ്മൾ അരി എടുക്കുന്നതിനേക്കാളും കുറച്ച് കുറവ് വേണം മല്ലി എടുക്കാനായിട്ട്. ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത്. വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ തനിയെ വറുത്തെടുക്കണം. ഇനി വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ്. പുളിങ്കറിക്ക് നല്ല കളർ വേണമെന്നുള്ളവരാണെങ്കിൽ സാധാരണ ഉണക്കമുളകിന് പകരം കാശ്മീരി മുളക് ഇട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് തീരെ എണ്ണ ഒഴിക്കാതെ വേണം വറുത്തെടുക്കാനായിട്ട്. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അരിയൊന്നും ശരിക്കും വറുത്ത് കിട്ടത്തില്ല. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തീ ഒരുപാട് ഞാൻ കൂട്ടി വെക്കുന്നില്ല. ചെറിയ തീയിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഇതായത് ഇവിടെ പാകത്തിന് വറവായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത കറിവേപ്പിലയെല്ലാം കൈകൊണ്ട് പൊടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് പാകത്തിന് വറവായി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറി വന്നതിന് ശേഷം വേണം നമ്മൾക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട മത്തങ്ങയും കുമ്പളങ്ങയും വേവിച്ചെടുക്കാം. മത്തങ്ങ ഞാനിവിടെ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അരിഞ്ഞു കഴിയുമ്പോൾ ഏകദേശം 1.5 കപ്പ് ഉണ്ടായിരിക്കും. ഞാനിതിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസിലടിച്ച് വേവിക്കാം. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒരുപാട് വെന്തുടഞ്ഞു പോകും. ഇനി ഇട്ട് കൊടുക്കുന്നത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ 150 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതും വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് നുറുക്കിയിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാട് സമയം വേണ്ടി വരില്ല ഇത് വേവാനായിട്ട്. മത്തങ്ങയെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന പുളിങ്കറിയിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ അതോടെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾക്ക് അടച്ചു വെക്കാം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പുളി വെള്ളത്തിലിട്ടത് നല്ലപോലെ കുതിർന്ന് വന്ന് കാണും. ഇത് പിഴിഞ്ഞിട്ട് നമ്മൾക്ക് വെള്ളം മാത്രമായിട്ട് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതെല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിൽ അതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന മുളകിൻ്റെ കളർ അനുസരിച്ചിട്ട് ഈ പുളിങ്കറിയുടെ കളറിലും വ്യത്യാസം വരും. ഞാനിവിടെ എടുത്ത മുളകിന് നല്ല കളറുള്ളതാണ്. ഇപ്പോൾ ഇതാ ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കളർ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളകിന് പകരം കാശ്മീരി മുളക് യൂസ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കലക്കിയെടുക്കുക. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഈ സ്പെഷ്യൽ കൂട്ടാണ് പുളിങ്കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇത് നന്നായി കലക്കിയെടുത്തതിന് ശേഷം ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് പൊടിച്ചെടുത്ത അതേ മിക്സിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ പുളിങ്കറിയിൽ തേങ്ങ ഒരുപാട് ഇടത്തില്ല, കുറച്ച് മാത്രമേ തേങ്ങ ഇടത്തുള്ളൂ. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം നമ്മൾ എടുക്കുന്നത്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മത്തങ്ങയും കുമ്പളങ്ങയും കൂടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി വെന്ത് വന്ന് കാണും. ഇപ്പോൾ ഇതാ അതിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കൂടിയിട്ടുമില്ല, പാകത്തിനാണ് വെന്തിട്ടുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കാതിരുന്നത്. കുക്കറിലാണെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം വെന്തുടഞ്ഞു പോകും. പ്രത്യേകിച്ച് മത്തങ്ങയെല്ലാം നല്ല പോലെ വെന്തുടഞ്ഞു പോകും. ഇനി നമ്മൾ നേരത്തെ അവിടെ പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൽ തേങ്ങ ചേർക്കേണ്ടാത്തവരാണെങ്കിൽ ഈ സമയത്ത് പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി തിളച്ചതിന് ശേഷം പുളിച്ചതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുളിങ്കറി റെഡിയായി. ഞാനിപ്പം ഇവിടെ തേങ്ങ അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഊട്ടുപുര പുളിങ്കറിയിൽ കുറച്ച് തേങ്ങ അരച്ചതും കൂടെ ചേർക്കും. അതുകൊണ്ട് തേങ്ങ അരച്ചതും കൂടെ ചേർത്തതിന് ശേഷം ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്,
പുളിവെള്ളം നമ്മൾ ആദ്യം തന്നെ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ഒഴിക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് അത്ര ശരിയാവത്തില്ല. പുളിവെള്ളം നമ്മൾ ലാസ്റ്റ് മാത്രം ഒഴിച്ചാൽ മതി. ഇനി നമ്മൾക്ക് പുളിവെള്ളം കൂടിയാണ് ഒഴിക്കാൻ ബാക്കിയുള്ളത്. അതും കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, പുളിവെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്. ചില വാളൻ പുളിക്ക് നല്ല പുളി ഉണ്ടായിരിക്കും. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. കറികളിൽ പുളി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പുളി കൂടിപ്പോയി പിന്നെ എന്ത് ചെയ്യുന്നൊക്കെ. അതുകൊണ്ട് പുളിവെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പൊന്നും കൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല. പാകത്തിന് ഇതിനകത്ത് ഉപ്പുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് ഇളക്കുന്നതിൻ്റെ ഒപ്പം തന്നെ 2 കഷ്ണം മാത്രം മത്തങ്ങ നമ്മൾക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ബാക്കിയുള്ളതൊന്നും ഉടച്ചു കൊടുക്കരുത്. കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കഷ്ണം മാത്രം നമ്മൾ ഉടയ്ക്കുന്നത്. കുക്കറിലിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. കറിവേപ്പില നമ്മൾ ഓൾറെഡി മറ്റത് വറക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താളിക്കുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കും. ഇതിനകത്തേക്ക് ഊട്ടുപുര പുളിങ്കറിയുടെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 3/4 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോഴാണിത് കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പഴുപ്പ് കൂടിയ മത്തങ്ങ നമ്മൾ എടുക്കുകയും ചെയ്യരുത്. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇനി താളിച്ചിടാനുണ്ട്. താളിച്ചിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇതാ കറിയെല്ലാം പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് താളിക്കാനായിട്ട് ഇതേപോലത്തെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 4 or 5 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇതിനകത്ത് ചെറിയ ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിയിലും നമ്മൾ ചെറിയ ഉള്ളിയോ ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതാ അതിവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നേരെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറി നമ്മൾ നേരത്തെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. താളിച്ചത് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. കുറച്ച് നേരം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഈ കറിയിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 നുള്ള് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/4 ടീസ്പൂൺ ഉണ്ടായിരിക്കും. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറി കുറച്ചൊന്ന് ചൂടാറി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന പുളിങ്കറിക്ക് ഊട്ടുപുര പുളിങ്കറിയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ പുളിങ്കറി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്